അങ്ങനെ അതാ 15 നോമ്പും തോറ്റു. 16ാമത്തെ നോമ്പ് ഷാനാക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ആളെന്തായാലും സൈഡായിട്ടുണ്ട്. അപ്പോൾ വയറിനും സുഖമല്ല, പിന്നെ ഛർദിയും കാര്യങ്ങളും ക്ഷീണവും മേലുകൈ വേദന, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നോമ്പ് എടുത്തിട്ടില്ല. ഇനി ഇൻഷാ അള്ളാ എന്തായാലും ശരീരമൊക്കെ ഓക്കെ ആയിട്ട് എടുക്കാൻ പറഞ്ഞ അങ്ങനെ സമ്മതിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം ആൾക്ക് അസുഖത്തിനേക്കാളും എന്താ പറയുക, ഫീലിങ്സ് നോമ്പ് എടുക്കാൻ പറ്റാത്തതിലാണ് കേട്ടോ. അസുഖം ഉണ്ടായിട്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോമ്പെടുക്കണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് കുറേ ക്യാൻവാസ് ചെയ്യിപ്പിച്ചിട്ടാണ് നോമ്പൊക്കെ എടുക്കാതെ നിന്നിരുന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാൻ വേണ്ട, കഞ്ഞി മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചു. അതാവുമ്പോൾ മിന്നും അവളും കുടിച്ചോളുമല്ലോ. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കൂടിയിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കഞ്ഞിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ട്. അപ്പോൾ വലിയ കുറവില്ലാന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എന്തായാലും കൊണ്ടുപോകണം. അപ്പം അതൊക്കെ കരുതി കൂട്ടിയിട്ട് ഞാനിതാ രാവിലെ കുറച്ച് പരിപാടികളൊക്കെ വേഗം തീർത്തു വെക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം സമയം കിട്ടി എന്നൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലെ ഡെയിലി നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വേഗം ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതാ മിന്നുൻ്റെ പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ 2 ദിവസമായി ഇപ്പോൾ അവിടെ ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ട്, അപ്പം അതിൻ്റെ ജെല്ലും കാര്യങ്ങളൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ വേഗം കളഞ്ഞ് ഉണക്കാനിട്ട് അപ്പോഴേക്കും ഇതാ നമ്മുടെ കഞ്ഞിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഞ്ഞിയിലേക്ക് പിന്നെ രണ്ടാളും ഒന്നും അങ്ങനെ കഴിക്കണം എന്നില്ല. പിന്നെയും എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഓംലെറ്റ് അങ്ങനെ എന്തെങ്കിലും മുട്ടയും കൊണ്ട് ഉണ്ടാക്കി കൊടുത്താലാണ് ചാന കഴിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ അതും ചെയ്തു കൊടുത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഉപ്പിട്ടിട്ട് അങ്ങനെ കുടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ താല്പര്യമൊന്നുമില്ല, കുടിക്കാൻ ഇത്തിരി മടി കാണിച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ആൾക്ക് ഒന്നാമത് വയ്യ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ്. ആ സമയം ഞാനും ഇതാ മിന്നുവിന് വേഗം കഞ്ഞിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം എന്തായാലും രണ്ടാളെ കുറച്ച് കഴിച്ചു എന്ന് കണ്ടാൽ നമുക്കൊരു സമാധാനം. അപ്പോൾ ടേബിളിൽ ഇരുന്ന് ബുദ്ധിമുട്ടിയിട്ട് പിന്നെ സ്റ്റെയറിൽ പോയിരുന്നിട്ടാണ് കഞ്ഞി കുടിക്കുന്നത്. അവിടെ ഇരിക്കാൻ അങ്ങോട്ട് സെറ്റ് ആവണില്ല. ഇതാവുമ്പോൾ ചാരി ഇരിക്കാമല്ലോ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ എനിക്ക് കുടിക്കാൻ വയ്യ, അമ്മച്ചി വാരി തന്നാൽ മതി പറഞ്ഞിട്ട് പിന്നെ ഞാനായിട്ടാണ് കൊടുക്കല്. അങ്ങനെ 2 പേർക്കും കഞ്ഞിയൊക്കെ വേഗം കൊടുത്ത് സെറ്റാക്കി. അപ്പം ഇൻഷാ അള്ളാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ.